വീണ്ടും ഗുഡ് മോർണിംഗ്. വീണ്ടും കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് രണ്ട് രീതിയിൽ ക്രിസ്ത്യൻ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാം. കർത്താവിൻ്റെ അക്സെപ്റ്റൻസ് മാത്രമായിട്ട് പോകാം. രണ്ട്, ആദ്യ കർത്താവ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, അതിനുശേഷം അപ്രൂവ് ചെയ്യും. നമ്മളൊരു പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ല, പക്ഷെ പിന്നീട് നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ടാണ് നമ്മൾ അപ്രൂവ് ചെയ്യുന്നത്. ഇവർ കൊള്ളാം, എടുക്കര, ഇവരെ ഒരു ടീമിൻ്റെ ഹെഡാക്കാൻ കൊള്ളാം, കൂടുതൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കാം, അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കാൻ പറ്റും, അത് വേദിയാണ് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ വചനം വായിക്കുമ്പോൾ അതിനകത്ത് രണ്ട് കാര്യമുണ്ട്. തന്നെ വിശ്വസിക്കുന്ന ഏവർക്കും മക്കളാകാൻ അവൻ അധികാരം കൊടുത്തു എന്നതിന് അക്സെപ്റ്റൻസ്. കർത്താവെ എന്ന് വിളിക്കുന്ന കർത്താവെ, അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു, എൻ്റെ നീതീകരണത്തിനായിട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങൻ്റെ രക്ഷിതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് മകനായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അതിന് ശേഷം റോമാലയത്തിൽ 8-ാം അധ്യായത്തിൽ പറയാം, ദോസ് ഹു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരും അത്ര ദൈവത്തിൻ്റെ മക്കൾ. നോക്ക, അപ്പോൾ നമ്മൾ ആദ്യത്തെ വചനത്തെ പിടിച്ചോണ്ടിരിക്കുക. ദൈവം എന്നെ സ്വീകരിച്ചതാണ്. കാരണം ഞാൻ കർത്താവിൽ വിശ്വസിച്ചു, ഞാനെന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഇടയ്ക്ക് ഉപവസിക്കുന്നുണ്ട്, ഞാൻ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടെന്താ? കർത്താവിനെ അക്സെപ്റ്റ്, കർത്താവിനെ എന്നെ അറിയാം, കർത്താവിനറിയാം, അതിനകത്ത് സംശയമൊന്നുമില്ല. അതേസമയം അതിനുശേഷം ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ്, ശക്തിയാൽ നിറഞ്ഞതിന് ശേഷം ഓരോ തീരുമാനവും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ എടുത്ത്, വേണ്ടാത്ത ടെംപ്റ്റേഷൻസും അല്ലെങ്കിൽ വേണ്ടാത്ത അട്രാക്ഷൻസും വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അതിനെ ഡിനൈ ചെയ്ത്, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ് എന്ന് ഓർപ്പിച്ച്, കർത്താവെ അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതി എന്ന തീരുമാനത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അതിനെ ഓവർകം ചെയ്യുന്നവർ, ദേ ആർ ദി ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അപ്രൂവലുള്ള മക്കൾ. മറ്റേത് അക്സെപ്റ്റൻസ് ഉണ്ട്, പക്ഷേ ശിശു അപ്രൂവലില്ല. അപ്രൂവലാക്കുക ദോസ് ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അതിനകത്ത് ഒരു സംശയം വേണ്ട. ഞാൻ ഈ പേടിപ്പിക്കാൻ പറയുകയില്ല, അല്ല ലീഗലിസോ അല്ല ഞാൻ സംസാരിക്കുന്നത്. ആ ഹയർ ലൈഫിലേക്ക്, കർത്താവിൻ്റെ പെർഫെക്റ്റ് വില്ലിലേക്ക് നടക്കാനുള്ള ആ ഒരു ഗൈഡൻസ് തരാൻ നോക്കുക. എൻ്റെ ജീവിതത്തിൽ ഇതെന്നോട് സംസാരിച്ചുകൊണ്ടായിരിക്കും. ഞാൻ ആദ്യം കൊടുക്കുന്ന അക്സെപ്റ്റൻസ് മാത്രം മതിയെന്ന്, പിന്നീടാണ് പിടികിട്ടിയത് വേറൊരു ഹയർ ലെവലുണ്ട്, അപ്രൂവൽ. നല്ലവനും വിശ്വസമായ ദാസൻ, നല്ലവനും, വെറും വിശ്വസം മാത്രമല്ല, നല്ലവനും, ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ. വചനം പറയുന്നത് ഒരു കാര്യസ്ഥൻ നിന്ന് പ്രതീക്ഷിക്കുന്നത് വിശ്വസ്തതയാണ്. ഒരു കാര്യസ്ഥൻ, നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചിരിക്കുന്നതാണ് കാര്യസ്ഥൻ എന്ന് പറയുന്നത്. അപ്പോൾ കാര്യസ്ഥൻ നിന്ന് പ്രതീക്ഷിക്കുന്നത് വിശ്വസ്തയോടെ ആ കാര്യം ചെയ്യുക. നമ്മുടെ മാനേജേഴ്സിൽ, ഞാൻ കഴിഞ്ഞ ദിവസം അനിലിൻ്റെ കാര്യം പറയാം. അനിലിനെ എന്തുകൊണ്ടാണ് പ്രശ്നം മാനേജറായിട്ട് ആക്കിയത്? അനിൽ വിശ്വസ്തൻ, അനിലിനെ ഏൽപ്പിക്കാൻ പറ്റും. അനിൽ കുറവുകളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അതിലത് വിശ്വസ്തയോടെ ചെയ്യും എന്ന് പറഞ്ഞതുപോലെ കർത്താവ് നമ്മളൊരു കാര്യം ഏൽപ്പിക്കണമെങ്കിൽ വി ഹാവ് ടു ബി ഫെയ്ത്ത്ഫുൾ. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റീസ് മാറും. അപ്പം നമുക്ക് നല്ലൊരു ജോലി ഉണ്ടാവും, നല്ല ഉത്തരവാദിത്വം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം നമുക്ക് കുറച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രയോറിറ്റീസ് മാറ്റാൻ പറ്റുമോ? കർത്താവ് എന്താ പറയുക? സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ആൻഡ് റൈച്ചസ്നസ്. സീക്ക് ഫസ്റ്റ്, നോട്ട് ദ വേൾഡ്ലി കിങ്ഡം ഓർ യുവർ ജോബ് ഓർ യുവർ പ്രൊഫഷൻ ഓർ യുവർ ബിസിനസ്. അങ്ങനെ വചനം പറഞ്ഞത് നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ പറഞ്ഞില്ല കർത്താവ്. സീക്ക് ഫസ്റ്റ്. അതിൻ്റെ റീസണും പറയുന്നു. എന്ത് തിന്നും, എന്ത് കുടിക്കും, അല്ലെങ്കിൽ എന്ത് ധരിക്കും എന്ന് നിങ്ങൾ വിചാരപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെല്ലാം പോകുന്നത്? നമ്മുടെ പ്രൊഫഷൻ്റെയും നമ്മുടെ ബിസിനസ്സിൻ്റെയും പുറകെ നമ്മൾ ഈ കെട്ടിമറിയുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ എല്ലാം ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തികം അതിനകത്തൊരു മെയിൻ ഇഷ്യൂ. പിന്നെ നമ്മുടെ പേര്, നമ്മുടെ പ്രശസ്തി, നമുക്ക് കിട്ടാനുള്ള അപ്രീസിയേഷൻ. അപ്പോൾ ലോകത്തിൻ്റെ അപ്രീസിയേഷൻ, അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റീസിൻ്റെ, നമ്മുടെ കമ്പനിയിലെ, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തെടുത്ത് നമ്മുടെ പ്രൊഫഷനിൽ ആ അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ അപ്രീസിയേഷനെ നമ്മൾ കോംപ്രമൈസ് ചെയ്യും, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുക. കാരണം നമ്മളെ സംബന്ധിച്ചോളം നമുക്കെപ്പോഴും ടാഞ്ചിബിൾ തിങ്സിലാണ് നമുക്ക് സന്തോഷം. എന്ന് പറഞ്ഞാൽ ഈ കാണാവുന്നതും തൊടാവുന്നതും ഈ കേൾക്കാവുന്നതുമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ സംതിങ് സോളിഡ്, ടാഞ്ചിബിൾ. വിശ്വാസം, ഇപ്പോൾ കർത്താവ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ? നമുക്ക് വലിയ തെളിവുണ്ടോ? തെളിവുണ്ട്, പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ. ഇപ്പോൾ എന്നെ അറിയാം എന്ന് പറയുന്ന, കർത്താവിന് എന്നെ അറിയാം എന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ.
പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ എൻ്റെ യഥാർത്ഥമായ അവസ്ഥ എന്താണ്? നമ്മളെപ്പോഴും കർത്താവിൻ്റെ സ്നേഹത്തെ നമ്മൾ അങ്ങ് ടേക്കിംഗ് തിങ്സ് ഫോർ ഗ്രാൻഡഡ്. അത് കർത്താവ് സ്നേഹമാണ്, കർത്താവിന് എന്നെ അറിയാം, കർത്താവിന് എൻ്റെ ഹൃദയം അറിയാം, എൻ്റെ സാഹചര്യം അറിയാം, ഞാനിതെല്ലാം ഇങ്ങനെ അങ്ങ് എന്താ പറഞ്ഞത്, ഞാൻ അങ്ങ് ഏറ്റെടുത്തോണ്ടിരിക്കുക. കർത്താവ് തരുന്നുണ്ടോ, കർത്താവിനെ അംഗീകരിക്കുന്നുണ്ടോ ഞാൻ ശ്രദ്ധിക്കുന്നേ ഇല്ല. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം സ്വീകരിക്കുക. പരിശുദ്ധാത്മാവേ, ഞാൻ കർത്താവിന് പ്രസാദകരമായിട്ടാണോ ജീവിക്കുന്നത്? ഞാൻ ഈ പറയുന്ന പോലെ കർത്താവിന് എന്നെ അറിയാം എന്നുള്ളത് റിയലായിട്ട് കർത്താവ് അത് അല്ലെങ്കിൽ കർത്താവിൻ്റെ സംഭവത്തോടു കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. കർത്താവ് വിഷമിച്ചുകൊണ്ടിരിക്കുക. എടാ, നീ ഇത്രയും വർഷമായിട്ട് നിനക്കൊരു കാര്യമായിട്ടൊരു മാറ്റം കാണുന്നില്ലല്ലോ. ഞാൻ നിന്നോട് എങ്ങനെയൊക്കെ സംസാരിച്ചു, ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ നിനക്ക് തന്നു, എൻ്റെ വചനം ഞാൻ നിനക്ക് തന്നു, നല്ല നല്ല എന്താ പറയുക ഇൻസ്ട്രക്ഷൻസ് തന്നു, പ്രിൻസിപ്പിൾസ് തന്നു. നീ ഇതിലെങ്കിലും ഒന്നും അനുസരിക്കാതെ നീ പറയാ കർത്താവിന് എന്നെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം നമ്മളങ്ങനെ ഡോണ്ട് ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻഡഡ്. കർത്താവെല്ലാം ക്ഷമിച്ചോളും, കർത്താവിനെ സഹിച്ചോളും, കർത്താവിന് എന്നെ അറിയാം, ഞാൻ കിടന്നുറങ്ങിയാലും കർത്താവിന് കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും കർത്താവിന് കുഴപ്പമില്ല, ഞാൻ ബൈബിൾ വായിച്ചില്ലെങ്കിലും കർത്താവിന് കുഴപ്പമില്ല, ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല. അപ്പം നിന്റെ ശ്രദ്ധ എവിടെ? എനിക്കെൻ്റെ പ്രൊഫഷൻ, എനിക്കെൻ്റെ ഒന്നാം സ്ഥാനം, അതിനു വേണ്ടിയിട്ട് ഞാൻ എത്ര കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണ്, എത്ര സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്, എത്ര ഉറക്കം വിളിക്കാൻ തയ്യാറാണ്, എന്നും മാത്രം വായിക്കാനും പഠിക്കാനും ഞാൻ തയ്യാറാണ്, എത്ര ഓടി നടക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ കർത്താവിന് വേണ്ടിയിട്ടോ, കർത്താവിന് എന്നെ അറിയാം. വചനം വായിക്കാൻ സമയമുണ്ടോ? ഇല്ല, കർത്താവിന് അറിയാം. ഉപവസിക്കാൻ സമയമുണ്ടോ? ഇല്ല, കർത്താവിന് എന്നെ അറിയാം. പ്രാർത്ഥിക്കാൻ സമയമുണ്ടോ? ഇല്ല, ഞാൻ നടക്കുമ്പോൾ പ്രാർത്ഥിച്ചുണ്ടായി. ഏറ്റവും വലിയ എക്സ്ക്യൂസ് ആണ്, ഏറ്റവും വലിയ എക്സ്ക്യൂസ്. ഞാൻ നടക്കുമ്പോഴൊക്കെ ജോലി ചെയ്യുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തത്? മാർത്തയുടെ മറിയുടെ നമുക്ക് എക്സാമ്പിൾ അറിയാം അല്ലേ? മാർത്തയ്ക്ക് വേണമെങ്കിൽ പറയാമല്ലോ, ഞാൻ ജോലി ചെയ്തുകൊണ്ട് ഞാൻ കർത്താവിനെ വർഷിപ്പ് ചെയ്യണം. കർത്താവ് പക്ഷെ ആരും അപേക്ഷിച്ചത് കാൽക്കലിരുന്ന് കർത്താവിൻ്റെ വചനം സ്വസ്ഥതയൊക്കെ ഇടകെട്ട്, കാരണം പ്രയോറിറ്റി അതാണ്. എനിക്ക് മറ്റൊന്നുമല്ല പ്രധാനം, കർത്താവിൻ്റെ വചനമോ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ. അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു മറിയ. കർത്താവിനെ ഇരിക്കട്ടെ.